തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് ഹൈക്കോടതി. അന്വേഷണത്തിൽ സിബിഐക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് വ്യക്തമാക്കിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ഒന്നാം പ്രതിയുടെ വധശിക്ഷയും റദ്ദാക്കി. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് കുടുംബത്തിന് നിയമസഹായം നൽകുന്ന തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ പി.കെ. രാജു പ്രതികരിച്ചു. വൈകാരികമായി പ്രതികരിച്ചും നിസ്സഹായത പങ്കുവച്ചും ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി തന്റെ മകനെ പച്ചയ്ക്ക് തിന്നവരെ പുറത്തിറങ്ങാൻ അനുവദിക്കരുതെന്നും ഹൃദയമുണ്ടെങ്കിൽ കോടതി ഇങ്ങനെ പറയില്ലെന്നും കേസ് അട്ടിമറിക്കാൻ ആരോ കളിച്ചുവെന്നും അമ്മ പറഞ്ഞു. താൻ ഇനി എന്ത് ചെയ്യണമെന്നും എന്ത് മായയാണ് അവർ കാണിച്ചതെന്നും പ്രഭാവതി ചോദിച്ചു. ഇനി എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ പറഞ്ഞു തരി, എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന്. നിങ്ങൾ എല്ലാവരും അന്ന് നിന്നല്ല, നിങ്ങൾ പറഞ്ഞു തരി, നിങ്ങളൊരു വാക്ക് പറഞ്ഞു തരി, എന്തൊക്കെ ചെയ്യണം? ഞാൻ എനിക്ക് തോന്നണില്ല ഈ കുടുംബരോഗി എന്തെങ്കിലും മായം കാണിച്ച് അമ്മ ആരെങ്കിലും ചെയ്തു വെച്ച് എന്നെ ചെയ്തു വെച്ചോ അല്ലെ ആരെങ്കിലും ചെയ്തു വെച്ച് ഇവൻ വെളിയിൽ ഇറങ്ങാന്ന് എനിക്കറിഞ്ഞൂടാ. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നടന്ന ഉരുട്ടിക്കൊല കേസിലെ 4 പ്രതികളെയുമാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ കേസിൽ വെറുതെ വിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായൊരു നിരീക്ഷണവും കോടതി നടത്തിയിരിക്കുന്നത് CBI നടത്തിയ അന്വേഷണത്തിൽ ഒട്ടേറെ പഴുതുകളുണ്ടെന്നും കൃത്യമായ രീതിയിലല്ല കേസ് അന്വേഷിച്ചിരിക്കുന്നതെന്നെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കേസിലെ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത്. ശിക്ഷിച്ച 4 പേരെയുമാണ് ഹൈക്കോടതി ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. പോലീസുകാരായ കെ ജിതകുമാർ, DYSP ആയിരുന്ന അജിത് കുമാർ, SP ആയിരുന്ന EK സാബു, PK ഹരിദാസ് എന്നിവരെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടത്. ഒന്നാം പ്രതി ജിതകുമാറിന് വധശിക്ഷയും കോടതി റദ്ദാക്കിയിട്ടുണ്ട്. CBI കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച 2ാം പ്രതിയായ ശ്രീകുമാർ 2020 മരണപ്പെട്ടിരുന്നു. CBIക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് തന്നെയാണ് ഈ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണവുമായി വന്നിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വിവാദങ്ങൾ, ഒട്ടേറെ രാഷ്ട്രീയ കോളിളക്കങ്ങൾ തന്നെ സൃഷ്ടിച്ച ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് മുഴുവൻ പേരെയും തന്നെ 4 പേരെയും തന്നെ കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഈ കേസിൽ അപ്പീൽ നൽകുമെന്നും ഉരുട്ടിക്കൊല എന്നത് നടന്നിട്ടുണ്ട്, ഇപ്പോൾ നഗ്നമായ ഒരു സത്യമാണ്. അതുകൊണ്ട് ഈ കേസിൽ അപ്പീൽ നൽകുമെന്നാണ് ഉദയകുമാറിന്റെ കുടുംബത്തെ സഹായിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ കൂടി രാഷ്ട്രീയക്കാരനും കൂടിയായ P.K. രാജു ഇതിനോട് പ്രതികരിച്ചത്. കേരള മനസാക്ഷിയെ ഞെട്ടിക്കുകയും പല കാലങ്ങളിലായി നിരന്തരം വാർത്തയാവുകയും ചെയ്തതാണ് ഉദയകുമാർ ഉരുട്ടിക്കൊല കേസ്. ഈ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട പ്രതികളെ അടക്കമാണ് ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. എന്താണ് കേസെന്നും കേസിന്റെ നാൾവഴികളും നോക്കാം. 2005 സെപ്റ്റംബർ 27 പകൽ 2 മണിക്ക് തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്നാണ് അന്നത്തെ ഫോർട്ട് CI EK സാബുവിന്റെ പ്രത്യേക സ്ക്വാഡ് മോഷണക്കുറ്റം ആരോപിച്ച് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. ആക്രിക്കടയിലെ ജീവനക്കാരനായിരുന്ന ഉദയകുമാറിന് നേരെ മാരകമായ 3ാം മുറ പോലീസ് പ്രയോഗിച്ചു. പോലീസുകാരായ ജിതകുമാറും ശ്രീകുമാറും ചേർന്ന് GI പൈപ്പ് കൊണ്ട് തുടയിൽ മാരകമായി അടിക്കുകയും ഉരുട്ടുമുറ പ്രയോഗിക്കുകയും ചെയ്തു. കൊടിയ പീഡനത്തെ തുടർന്ന് രാത്രി 8 മണിയോടെ ഉദയകുമാർ മരിച്ചു. തുടർന്ന് SI അജിത് കുമാറും CI EK സാബുവും ചേർന്ന് ഗൂഢാലോചന നടത്തി കള്ളക്കേസ് ചാർജ് ചെയ്തു. പ്രതികൾ തയ്യാറാക്കിയ FIR ASI രവീന്ദ്രൻ നായർക്കും ഹീരാലാലിനും കൈമാറി. റൈറ്റർ മധുസൂദനെ ഭീഷണിപ്പെടുത്തി അറസ്റ്റ് കാർഡും തയ്യാറാക്കി. പീഡനത്തിന് ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം മാറ്റി. വഴിയരികിൽ പരിക്കേറ്റ് കിടന്ന ഉദയകുമാറിനെ രാത്രി 8 മണിയോടെ സ്റ്റേഷനിൽ കൊണ്ടുവന്നുവെന്ന രേഖകളുണ്ടാക്കി. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് മരണത്തിന്റെ 3ാം ദിനം RDOയുടെ സാന്നിധ്യത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ മർദ്ദനത്തിന്റെ ഭീകരത പുറത്തുവന്നു. 2005 ഒക്ടോബർ 5 ഉരുട്ടിക്കൊലക്കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. 2007 ഒക്ടോബർ 17 അന്വേഷണം CBIയും ഏറ്റെടുത്തു. വിചാരണയ്ക്കിടയിൽ പല സാക്ഷികളും കൂറുമാറി. കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ 5 പോലീസുകാരിൽ K ജിതകുമാറിനും SV ശ്രീകുമാറിനും 2018 ജൂലൈ 25 വധശിക്ഷ വിധിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരടക്കം 5 പ്രതികളെയുമാണ് ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടത്. റിസർച്ച് ഡെസ്ക്, News 18.